ഇപ്പോൾ രഞ്ജിത്ത് ശ്രീനിവാസൻ കേസിന്റെ കാര്യം അങ്ങ് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് തിരിച്ചു ചോദിക്കുന്നത് അഭിമന്യു വധക്കേസ് എന്തായി എന്നുള്ളതാണ്. അഭിമന്യു വധക്കേസ് എന്തായി? ഒന്നും ആകാൻ പോകുന്നില്ലല്ലോ. നമുക്കറിയാലോ അഭിമന്യു വധക്കേസിനകത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പല കേസുകളും എന്തായി? ചോദിക്കാനും പറയാനും ആളുള്ളവരുടെ കേസിൽ മാത്രമേ ഇവിടെ എന്തെങ്കിലും നടക്കുന്നേ. രഞ്ജിത്ത് ശ്രീനിവാസന് വേണ്ടിയിട്ട് ചോദിക്കാനും പറയാനും ഒരു സംഘടന ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് നടന്നു. അഭിമന്യുവിന് ചോദിക്കാനും പറയാനും ആളില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യത്തിലൊന്നും നടക്കാൻ പോകുന്നില്ല. എന്തായാലും ഇവിടെ CBI കണ്ടെത്തലുകൾ ആഭ്യന്തര പോലീസിന്റെ കണ്ടെത്തലുകളിൽ നിന്ന് ഒരു പടി പോലും മേലോട്ടല്ല, കൃത്യമായ പോലീസ് അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നാണ് ഇടത് നിരീക്ഷകൻ പറയുന്നത്. ഏതായാലും അത് അവിടെ നിൽക്കട്ടെ. കാരണം രാഷ്ട്രീയ സ്വാധീനമൊക്കെ എത്രത്തോളം ഉണ്ടായി എന്നുള്ളത് ഇനിയും നോക്കി കാണേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ സംശയം ജനിപ്പിക്കുന്ന വസ്തുതകൾ എന്ന് പറയുന്നത്, ഒന്ന്, ഈ വിദ്യാർത്ഥികൾക്ക് മേൽ മൊഴി നൽകാൻ പോലും സഹപാഠികൾ തയ്യാറായില്ല, കൃത്യമായ ഭീഷണിയും രാഷ്ട്രീയ സ്വാധീനവും. രണ്ട്, പ്രാദേശിക CPM നേതാക്കൾ തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ടു. മൂന്ന്, ഉദ്യോഗസ്ഥ തലത്തിൽ ഈ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ നീക്കമായിരുന്നു ഏറെ ഞെട്ടിപ്പിച്ചത്. ഡീൻ അടക്കം ഈ പ്രതികൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. എത്ര അവജ്ഞയോടുകൂടിയാണെന്നാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അയാൾ മറുപടി പറഞ്ഞത് എന്നുള്ളത് നാം കണ്ടതാണ്. അതായത് മരണവിവരം വീട്ടിൽ അപ്പോൾ തന്നെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. മറ്റൊന്നും കോളേജ് ഹോസ്റ്റലിൽ നടക്കുന്ന മറ്റു കാര്യങ്ങൾ അന്വേഷിക്കലല്ല ഡീനിന്റെ പണി എന്നായിരുന്നു. ഈ കോളേജ് ഉദ്യോഗസ്ഥർ പോലും ഈ പ്രതികളുടെ കൂടെ നിൽക്കാൻ പ്രേരിപ്പിച്ച ഘടകം ഈ രാഷ്ട്രീയ സ്വാധീനം തന്നെയല്ലേ? റോഷ്നി, ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ അദ്ദേഹം മികച്ചൊരു അഭിഭാഷകനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം വളരെ നിയമപരമായി ചാതുര്യത്തോടു കൂടി അദ്ദേഹത്തിന്റെ വാദങ്ങളെ അദ്ദേഹം പല വകുപ്പുകളുടെ നിയമത്തിന്റെയൊക്കെ ഭാഷയിൽ അദ്ദേഹം കൃത്യമായിട്ട് അവതരിപ്പിക്കുകയുണ്ടായി. പക്ഷെ ഒരു വലിയ വിഷയമാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? CBI കണ്ടെത്തിയിരിക്കുന്നത് പോലീസ് കണ്ടെത്തിയിരിക്കുന്നതിനേക്കാൾ ഒരു പടിയെങ്കിലും മേളിൽ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് CBI അന്വേഷണം ഇവിടെ ആവശ്യമായി വന്നു എന്നുള്ള കാര്യമാണ്. ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ പറയുന്നത് പോലെ അത്ര സുതാര്യമായിട്ടും അത്ര വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടൊന്നും അല്ല കേരള പോലീസ് ഈ കേസ് അന്വേഷിച്ചതെന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും ആ കേസിന്റെ നാൾവഴികളിലൂടെ പോയപ്പോൾ കണ്ടതാണ്. ഈ SI എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നല്ലോ ആ ഭാഗത്തെ, അദ്ദേഹം ആദ്യം പോലീസ് സ്റ്റേഷനിൽ ആദ്യം ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി മെഡിക്കൽ കോളേജ് അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന സമയത്ത് ബന്ധുക്കള് ഈ സിദ്ധാർത്ഥിന്റെ ദേഹത്ത് പരിക്കുകൾ പറ്റിയിരിക്കുന്നതിനെ കുറിച്ചിട്ട് ചോദിക്കുമ്പോൾ ഈ SI ബന്ധുക്കളോട് പറയുന്നത് അതൊരു തൂങ്ങി മരണം ആകുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നാണ്. അപ്പോൾ ഒരു കേരള പോലീസിനെ നമുക്കറിയാമല്ലോ, വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരു ക്രൈം സ്പോട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ആത്മഹത്യയാണോ അത് കൊലപാതകമാണോ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് അവർക്ക് ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രീയ തെളിവിന്റെ പോലും ആവശ്യമില്ല. അവർക്ക് അത്രയും എഫിഷ്യൻ്റ് ആണ്. ശാസ്ത്രീയ തെളിവുകളൊക്കെ പിന്നെ കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതിയിൽ കൃത്യമായിട്ട് ആ കാര്യം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു SI പറയുകയാണ് എന്താണ്, ഈ മുറിവുകളൊക്കെ തൂങ്ങി മരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണെന്നാണ്. ഇത് അത്ര നിഷ്കളങ്കമായിട്ട് വിശ്വസിക്കുവാനും വേണ്ടിയിട്ട് വിഡ്ഢികളാണ് കേരളത്തിന്റെ ജനത എന്ന് അങ്ങ് വിചാരിക്കരുത് എന്ന് അങ്ങയോട് എനിക്കൊരു അപേക്ഷ ശ്രീ ബൽദേവ് സച്ചിദാനന്ദനോട്. പോലീസ് ഈ കേസ് തുടക്കം മുതൽ അട്ടിമറിക്കുകയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയം? എന്ന് മുതലാണ് പോലീസ് ഈ കേസ് സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയത്? പോലീസ് ഈ കേസിൽ വളരെ കാര്യമായിട്ട് പോവുകയും അങ്ങ് പറയുന്നത് പോലെയുള്ള കണ്ടെത്തലുകളിലേക്ക് കടക്കുവാനും ശ്രമിച്ചത് മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുക്കുകയും പ്രതിപക്ഷ കക്ഷികൾ ഈ വിഷയത്തിൽ വലിയ സമരങ്ങളിലേക്ക് പോവുകയും തിരുവനന്തപുരത്ത് ഉൾപ്പെടെ പറയുന്ന വയനാട്ടിൽ ഉൾപ്പെടെ വലിയ സമരങ്ങളിലേക്ക് പ്രതിപക്ഷ കക്ഷികൾ കടക്കുകയും ചെയ്തതിന് ശേഷം മാത്രമാണ് പോലീസ് ഈ പറയുന്ന തലത്തിലേക്ക് ഒരു കൃത്യമായ റിപ്പോർട്ടിങ്ങിലേക്ക് അല്ലെങ്കിൽ കൃത്യമായ അന്വേഷണത്തിലേക്ക് പോയത്. അതുവരെയും പോലീസ് സംരക്ഷിക്കുവാൻ ശ്രമിക്കുമായിരുന്നു. ആരെ? ഈ പറയുന്ന ക്രിമിനലുകളെ. എന്തിനായിരുന്നു ഈ ക്രിമിനലുകളെ പോലീസ് സംരക്ഷിക്കുവാൻ ശ്രമിച്ചത്? പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവര് ടു സെർവ് ആൻഡ് പ്രൊട്ടക്ട് എന്നാണല്ലോ അവരുടെ ആപ്തവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് സെർവ് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അവര് ക്രിമിനൽസിനെ പ്രൊട്ടക്ട് ചെയ്യാനല്ലല്ലോ ഇരിക്കുന്നത്. അവർ ഒരു കൂട്ടം ക്രിമിനൽസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അവർ ക്രിമിനൽസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്നത്? വ്യക്തമായിട്ട് ഭരണത്തിൽ സ്വാധീനമുള്ള വിഭാഗമാണ് ആ ക്രിമിനൽസ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പോയിരിക്കുന്നത്. ഇത് ഇവിടുത്തെ ആദ്യത്തെ സംഭവമല്ലല്ലോ. കുറച്ച് നാളുകൾക്ക് മുമ്പ് വണ്ടിപ്പെരിയാറിൽ ഒരു കുട്ടി, 6 വയസ്സുള്ള ഒരു കുട്ടിയെ ഇതുപോലെ കെട്ടിത്തൂക്കി കൊന്നിട്ട് അവസാനം കോടതിയിൽ വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? പിന്നെ അങ്ങ് ചോദിച്ചു CBI മുകളിലേക്ക് കണ്ടെത്തിയോ താഴേക്ക് കണ്ടെത്തിയോ? CBI മുകളിലേക്ക് കണ്ടെത്തിയോ താഴേക്ക് കണ്ടെത്തിയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. പോലീസ് കുറെ കണ്ടെത്തലുകളൊക്കെ നടന്നു. ഇപ്പൊ വണ്ടിപ്പെരിയാറിൽ ഈ പറയുന്ന അർജുൻ എന്ന് പറയുന്ന DYFI പ്രവർത്തകനാണ് പ്രതി എന്നുള്ള കാര്യം പോലീസ് കണ്ടെത്തി. പോലീസ് കോടതിയിൽ കൊണ്ടുപോയിട്ട് രേഖകളൊക്കെ സമർപ്പിച്ചു. അവസാനം ആ കേസിന് എന്താണ് സംഭവിച്ചത്? ആ കേസിൽ ആ പ്രതിയെ കുറ്റവാളിയെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തുകൊണ്ടുണ്ടായി? കാരണം അതിനകത്ത് കൃത്യമായിട്ട് ലൂപ്പ് ഹോൾ ഇട്ടിട്ട് കൊണ്ടുചെന്ന് സമർപ്പിച്ചു. ഇപ്പൊ നമുക്കറിയാലോ, പണ്ട് ഇവിടെ ഒരു മയക്കുമരുന്ന് കടത്ത് കേസിൽ കോടതിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അണ്ടർവെയറിന്റെ സൈസ് മാറിയതും ഒരു പ്രമുഖ നേതാവ് രക്ഷപ്പെട്ടു പോയ സാഹചര്യവും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. അപ്പൊ കേരള പോലീസ് കേസ് അന്വേഷിക്കും, കേരള പോലീസ് അതിഗംഭീരമായിട്ട് ചാർജ് ഷീറ്റ് ഉണ്ടാക്കും, കേരള പോലീസ് കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് എഴുതും, എല്ലാം നടക്കും. പക്ഷെ കോടതിയിൽ എത്തുമ്പോൾ പ്ലാസ്റ്റിക് കയറിട്ട് മുറുക്കി എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് അവിടെ എത്തുമ്പോൾ കാണുന്നത്
ഉണ്ടായിരിക്കുന്നത് മറ്റെന്തെങ്കിലും വസ്തുവിൽ ഉണ്ടാക്കിയിരിക്കുന്ന കയറായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കേസ് തള്ളിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ, ബാഹ്യമായ ഇടപെടലുകൾ ഈ ഭരണപക്ഷത്ത് നിൽക്കുന്ന വിദ്യാർത്ഥി യൂണിയനിലെ ക്രിമിനലുകളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് കേരള പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് പൊതുസമൂഹത്തിന് ബോധ്യമുള്ളത് കൊണ്ടും സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് ബോധ്യമുള്ളത് കൊണ്ടും ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾക്ക് ബോധ്യമുള്ളത് കൊണ്ടുമാണ് പോലീസ് അന്വേഷിച്ചാൽ പോരാ, CBI അന്വേഷിക്കണം എന്നുള്ള കൃത്യമായ ആവശ്യത്തിലേക്ക് പൊതുസമൂഹം എത്തിച്ചേർന്നത്. അതിനോട് അനുസരിക്കുക എന്നുള്ള ഒരൊറ്റ കടമ മാത്രമേ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. ഇലക്ഷൻ സമയമാണ്. ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് അതിന്റെ പുറത്ത് കിടന്ന് മസിൽ പിടിച്ചു കഴിഞ്ഞാൽ CPM-ന്റെ ഓൾറെഡി മോശമായി നിൽക്കുന്ന ഇമേജ് കൂടുതൽ മോശമാകാൻ മാത്രമേ അത് ഉപകരിക്കുന്നുള്ള കാര്യം ഇത്രയും കാലം രാഷ്ട്രീയത്തിൽ ഉരുണ്ടു മറിഞ്ഞ ശ്രീ പിണറായി വിജയനെ പോലെ ഒരാൾക്ക് അറിയില്ല എന്നൊന്നുമില്ലല്ലോ. അപ്പൊ തിരഞ്ഞെടുപ്പ് മുന്നിൽ നിന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ആ വിഷയത്തിൽ മുട്ടുമടക്കേണ്ടി വന്നത്. നമ്മുടെ ചോട്ടാ മുംബൈ സിനിമയിൽ എന്താണ് മറ്റേ അനിയനോട് കലാപമണി പറയുന്ന സാധനമല്ലേ, ഞാൻ വെറുതെ അഭിനയിച്ചതല്ലേടാ എന്ന് പറയുന്നത് പോലെ ഉള്ള ഒരു വിഷയമായിട്ട് മാത്രമേ നമ്മൾ ഇതിനെയൊക്കെ കാണുന്നുള്ളൂ. അല്ലാണ്ട് മാർച്ച് 9 CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നു. 17 ദിവസങ്ങൾക്ക് ശേഷം മാർച്ച് 26 ശാസ്ത്രീയമായ തെളിവുകൾ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് എത്രത്തോളം സമയം ബൈ ചെയ്യണമോ അത്രത്തോളം സമയം ബൈ ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് അങ്ങോട്ടേക്ക് കൊടുക്കാൻ പോലും ഇവർ തയ്യാറായിരുന്നു. അതും വീണ്ടും രണ്ടാമതൊരു പ്രഷർ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായപ്പോൾ മാത്രം. അത്ര നിഷ്കളങ്കമല്ല വിഷയം എന്ന് ഞാൻ അങ്ങനെ ഓർമ്മിപ്പിക്കുക. അതെ, പാവപ്പെട്ട അച്ഛന്റെ ചോദ്യങ്ങൾക്ക് അതിന് മറുപടി നൽകിയത് പേപ്പർ വർക്കുകൾ നടക്കുന്നു എന്നാണ്. ഒടുവിൽ എല്ലാ കള്ളവും പുറത്തായപ്പോൾ 3 സാധാരണ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടായിരുന്നു ആ വിഷയം പരിഹരിച്ചത്. അതായത് താങ്കളിലേക്ക് വരാം ശ്രീ യുവരാജ് ഗോകുൽ. എന്തായാലും ഇവിടെ പോലീസിന്റെ അന്വേഷണം കൃത്യമായി തന്നെ നടന്നു. CBI വന്നില്ലായിരുന്നുവെങ്കിലും പോലീസിന്റെ അന്വേഷണം ഊർജിതമായി നടന്നു. ഈ 19 പ്രതികൾക്കും തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കും എന്നാണ് ഇടതുപക്ഷം അവകാശപ്പെടുന്നത്. അങ്ങനെ തന്നെ ആകുമെന്നാണോ കരുതേണ്ടത്? കാരണം ഈ വെള്ളിയാഴ്ച അവരുടെ ജാമ്യ ഹർജി പരിഗണിക്കുകയാണ്. CBI കുറ്റപത്രം ഇതിലേറെ നിർണായകമാകേണ്ടുന്ന ഒരു സാഹചര്യമാണ്. ഏറെ ആശങ്കയുണ്ട്. കാരണം CBIക്കും പരിമിതികൾ ഉണ്ടായിരുന്നു തെളിവുകൾ ശേഖരിക്കുന്നതിൽ. അവർ പല റിപ്പോർട്ടുകളും ശേഖരിച്ചത് പോലീസിന്റെയും ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെയും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ 10-ാം തീയതി ഈ കേസ് കോടതിക്ക് മുൻപാകെ എത്തുമ്പോൾ, ജാമ്യം പരിഗണിക്കുമ്പോൾ ഏറെ ആശങ്കയുണ്ട് കേരളത്തിന്. ഇതിനകത്ത് ഒന്ന് ഈ ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ്, മാതൃസംഘടന അറിഞ്ഞുകൊണ്ടാകണമെന്നില്ല വിദ്യാർത്ഥി സംഘടനകളിലെ പ്രവർത്തകർ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം തുടക്കകാലം മുതൽ ഈ വിദ്യാർത്ഥി സംഘടന അല്ല ഇതിന്റെ പുറകിലെന്നായിരുന്നു ഇവരുടെ എല്ലാവരും തന്നെ പറഞ്ഞിരുന്നത്. അതായത് 3-4 പേര് വിട്ടിട്ടേ ഉള്ളൂ, ബാക്കിയൊക്കെ വിദ്യാർത്ഥികളാണ്. അതിൻ്റെ അകത്ത് 3-4 SFIക്കാർ വന്നാൽ അതെങ്ങനെ SFI ചെയ്തതാകും എന്ന് ചോദിച്ചിരുന്നിടത്ത് നിന്നും ഇന്ന് മാതൃസംഘടനയ്ക്ക് ബന്ധമില്ല, വിദ്യാർത്ഥി സംഘടന ചെയ്തതാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയതായിട്ട് തുടക്കം മുതൽ പറയുന്നുണ്ട്. ഈ പാർട്ടിയുടെ തന്നെ മുൻ MLA, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു MLA ആയിരുന്ന വ്യക്തി ഈ പറയുന്ന പ്രതികൾക്കൊപ്പം ഈ പറയുന്ന അന്വേഷണ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ, ചോദ്യം ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇവർക്കൊപ്പം തന്നെ. അപ്പൊ ഈ പറയുന്ന മാതൃസംഘടനയ്ക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? രണ്ട്. ഇനി ഈ പറയുന്ന റോഷ്നി നേരത്തെ ശ്രീ ഹരിസാർ ഹരിദാസ് സാറിനോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, അതായത് ഈ പെൺകുട്ടിയോട് മിസ്ബിഹേവ് ചെയ്തു, അതുകൊണ്ടാണ് ഇവര് ഈ പയ്യനെ തല്ലുന്ന സാഹചര്യം ഉണ്ടായെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അന്ന് മുതൽ ഡൈജസ്റ്റ് ആവാതെ നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മുടെ സിദ്ധാർത്ഥൻ മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം കാണുന്നത് സിദ്ധാർത്ഥന്റെ വീടിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഫ്ലെക്സ് ബോർഡാണ്. അതായത് പ്രിയപ്പെട്ട സഖാവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് SFI വെച്ചിരിക്കുന്ന ഒരു ഫ്ലെക്സ് ബോർഡാണ്. അപ്പോൾ ഇവർക്ക് അപ്പോൾ അറിയില്ലായിരുന്നോ ഈ പയ്യൻ മിസ്ബിഹേവ് ചെയ്ത പയ്യനാണ്, അതുകൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്, അപ്പോൾ അങ്ങനെ ഒരാളെ പിടിച്ച് സഖാവാക്കാൻ പാടില്ല എന്നുള്ള സാമാന്യ ബോധം SFIക്കാർക്ക് ഇല്ലായിരുന്നോ? അതോ ഇത് പിന്നീട് ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്ന ഒരു കേസാണോ? അപ്പോൾ ഈ കേസിനകത്ത് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് കുക്കപ്പ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്, അവരുടേതായ സ്റ്റോറീസ്, നമ്മൾ ഓർത്തെടുത്ത് പരിശോധിച്ച് നോക്കേണ്ടതാണ്. SFI എന്ന് പറയുന്ന വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടനയാണ്. കേരളത്തിലെങ്കിലും ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. അങ്ങനെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ യൂണിറ്റ് ചെയർമാനും പ്രസിഡന്റും സെക്രട്ടറിയും എല്ലാവരും ഇൻവോൾവ് ആയിക്കൊണ്ട് ഒരു പയ്യനെ അവിടെ ദിവസങ്ങളോളം കെട്ടിയിട്ട് മൃഗീയമായി പീഡിപ്പിച്ച് പട്ടിണിക്കിട്ട് അവസാനം കെട്ടിത്തൂക്കി കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ എല്ലാ യൂണിറ്റുകൾക്കും എല്ലാ ഘടകങ്ങളിലേക്കും അത് കൃത്യമായിട്ട് എത്തേണ്ടുന്നതാണ്. അങ്ങനെ ഒരു ഇവർ പറയുന്ന ആ സാഹചര്യം ശരിയാണെന്നുണ്ടെങ്കിൽ, ഈ പയ്യൻ മിസ്ബിഹേവ് ചെയ്തു എന്ന് പറയുന്ന ഒരു സാഹചര്യം ശരിയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലക്സ് കൊണ്ടുവന്ന് പ്രിയപ്പെട്ട സഖാവിന് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞ് വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അത് മാത്രമല്ല, നമ്മുടെ ചാനൽ ചർച്ചകളിൽ മുഴുവൻ അന്ന് മുതൽ SFI നേതാക്കൾ എല്ലാവരും വന്നിരുന്നിട്ട് ഘോരം വാദിക്കുകയായിരുന്നു. എന്താണ്, സിദ്ധാർത്ഥൻ ഞങ്ങളുടെ സഖാവാണ്, സിദ്ധാർത്ഥൻ ഞങ്ങളുടെ സഖാവാണ് എന്ന് പറഞ്ഞ് SFI നേതാക്കൾ. ഇപ്പോൾ ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ ഇടത് നിരീക്ഷകനാണല്ലോ, പക്ഷേ സാർ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്, ഇവിടെ SFIയുടെ ഉത്തരവാദിത്വപ്പെട്ട എല്ലാ നേതാക്കളും എല്ലാ ഔദ്യോഗിക പ്രതിനിധികളും ഇവിടെ വന്നിരുന്ന് പറഞ്ഞതാണ്, എന്താണ്, സിദ്ധാർത്ഥൻ ഞങ്ങൾ
ഞങ്ങളുടെ സഖാവാണ്, സിദ്ധാർത്ഥൻ ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങളുണ്ട്, ഫോട്ടോസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ തന്നെ പറഞ്ഞാണ്. അപ്പോൾ ഈ പറയുന്ന മിസ്ബിഹേവിംഗ് കഥ നമ്മൾ എത്രത്തോളം വിശ്വസിക്കണം? ഇപ്പോൾ CBI അതിനകത്ത് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ടെങ്കിലും ഒരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ 16-ാം തീയതി 17-ാം തീയതി പയ്യൻ മരിക്കുന്നു, 18-ാം തീയതി പെൺകുട്ടിയുടെ പേരിൽ ഒരു പരാതി കൊണ്ട് കൊടുക്കുന്നു. ഇതുപോലൊരു പരാതിയുടെ കാര്യം മാത്രമാണ് അവിടെ ഇപ്പോൾ അപ്പോഴും പറയുന്നത്. എന്താണ് 12-ാം തീയതി എന്തോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ള നിലത്തിലാണ് പറയുന്നത്. മിസ്ബിഹേവ് ചെയ്തതാണോ അതോ ഇനി മറ്റെന്തെങ്കിലും ഇഷ്ടമാണോ എന്ന് പറഞ്ഞാണോ, അതിനെ ഇനിയിപ്പോൾ ഈ പറയുന്ന SFIയിലെ ചേട്ടന്മാർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തല്ലിയതാണോ, ഇനി അതിന്റെ പേരിൽ ഉണ്ടാക്കിയിരിക്കുന്ന വ്യാജ പരാതിയാണോ, നമുക്കൊന്നും അറിയില്ല. നമുക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല. അപ്പോൾ ഇതിനകത്ത് മാതൃസംഘടന അറിയാതെയാണ് എന്ന് പറയുന്നതിനകത്ത് നമുക്ക് തീരെ വിശ്വാസയോഗ്യമില്ല. കാരണം SFIക്കാർ മാത്രം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കേരള പോലീസ് ഒരു കേസിൽ ഇത്രയും പതുക്കെ പോകും നമ്മൾ വിശ്വസിക്കുന്നില്ല. CPMന്റെ ഉന്നതരായ നേതാക്കൾ തുടക്ക സമയത്ത് ഈ കേസിനകത്ത് വളരെ വ്യക്തമായിട്ട് ഇടപെട്ടിരിക്കുന്നത് പൊതുസമൂഹത്തിന് കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ഇനി ഏറ്റവും അവസാന നിമിഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും ഈ പറയുന്ന CBI അന്വേഷണത്തിന് വിടാമെന്ന് പറഞ്ഞിട്ട് പോലും അതിനെ പരമാവധി ഡിലേ ആക്കി കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളും നമ്മൾ കണ്ടതാണ്. പിന്നെ ഇത് ഹൈപ്പോതെറ്റിക്കൽ ആണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സർ, ഇവിടെ ഹൈപ്പോതെറ്റിക്കൽ എന്നല്ല നമ്മൾ ഇതിനെ പറയുക, നമ്മളിതിനെ രാഷ്ട്രീയ നിരീക്ഷണം എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. കാരണം ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് ഇത്രയധികം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും, ഇപ്പോൾ ജനം TV മാത്രം ചർച്ച ചെയ്യുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ചാനൽ മാത്രം ചർച്ച ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ശരി, ഇത് കേരളത്തിലെ ഇന്ന് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ചാനലുകളും ഒരുപോലെ രാത്രി ഡിസ്കഷൻ എടുക്കുന്നു, സമരങ്ങൾ കവർ ചെയ്യുന്നു, സിദ്ധാർത്ഥന്റെ വീട്ടിൽ പോകുന്നു, സിദ്ധാർത്ഥന്റെ അച്ഛൻ കൊടുക്കുന്ന ഓരോ ബൈറ്റും വലിയ വാർത്തകളാകുന്നു. ഇത് CPMന് സൃഷ്ടിച്ച തലവേദന ചെറുതല്ല. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെയെങ്കിലും കൈ കഴുകുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ ചെന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ CBI ശരി എന്നാൽ CBI എന്ന് പറഞ്ഞു വിടുന്നത്. പക്ഷെ അതിനുശേഷം അവരെന്താണ് കാണിച്ചത്? CBIയുടെ വരവിനെ പരമാവധി ഡിലേ ആക്കി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി ഈ കേരള പോലീസ്. അതുകൊണ്ടാണ് കേരള പോലീസിന്റെ മേലെ നമുക്ക് സംശയം വന്നത്. ഇപ്പോൾ രഞ്ജിത്ത് ശ്രീനിവാസൻ കേസിന്റെ കാര്യം അങ്ങ് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് തിരിച്ചു ചോദിക്കുന്നത് അഭിമന്യു വധക്കേസ് എന്തായി എന്നുള്ളതാണ്. അഭിമന്യു വധക്കേസ് എന്തായി? ഒന്നും ആകാൻ പോകുന്നില്ലല്ലോ. നമുക്കറിയാലോ അഭിമന്യു വധക്കേസിനകത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പല കേസുകളും ഉണ്ടായി. ചോദിക്കാനും പറയാനും ആളുള്ളവരുടെ കേസിൽ മാത്രമേ ഇവിടെ എന്തെങ്കിലും നടക്കുന്നേ. രഞ്ജിത്ത് ശ്രീനിവാസന് വേണ്ടിയിട്ട് ചോദിക്കാനും പറയാനും ഒരു സംഘടന ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് നടന്നു. അഭിമന്യുവിന് ചോദിക്കാനും പറയാനും ആളില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യത്തിലൊന്നും നടക്കാൻ പോകുന്നില്ല. ഇത് തന്നെയാണ് വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയുടെ കാര്യത്തില്, ഇത് തന്നെയാണ് വാളയാറിലെ 2 പെൺകുട്ടികളുടെ കാര്യത്തില്. ചോദിക്കാനും പറയാനും ആളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സംവിധാനങ്ങൾ അതിൻ്റെതായ രീതിയിൽ ഉണർന്നെണീറ്റ് പ്രവർത്തിക്കും. വണ്ടിപ്പെരിയാറിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ ഒരു ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തു, കോടതിയിൽ പോയി, കോടതിയിൽ ഇപ്പൊ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക്, എതിർ രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങൊരു വക്കീലാണല്ലോ, അങ്ങേർക്ക് അറിയാമല്ലോ ഈ കോടതിയിൽ നടക്കുന്ന ട്രയലിന്റെ ഘട്ടങ്ങളിൽ ഈ കൊടുത്തിരിക്കുന്ന എവിഡൻസുകളുടെ കാര്യത്തിൽ ഇതിലെല്ലാത്തിലും നാൾക്ക് നാൾ പോയി പ്രക്ഷോഭം നടത്താനോ ബഹളം വെക്കാനോ ഒന്നും സാധിക്കില്ല. സ്വാഭാവികമായിട്ട് കേസ് എന്താ, ഈ കേസിനകത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തോ, അയാളുടെ പേരിൽ FIR ചാർജ് ചെയ്തോ, അയാളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചോ, ഇത് മാത്രമേ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചെയ്യിക്കാൻ സാധിക്കുള്ളൂ. ബാക്കി അന്വേഷണ ഏജൻസികളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ആ അന്വേഷണ ഏജൻസികൾ വളരെ ഭംഗിയായിട്ട് ആ DYFI സഖാവിനെ ഊരിയെടുത്തുകൊണ്ട് പോയ കാര്യമാണ് നമ്മൾ വണ്ടിപ്പെരിയാറിൽ കണ്ടത്. അതിവിടെ സംഭവിക്കുമെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ CBI അന്വേഷണം എന്ന് പറയുന്ന ആവശ്യത്തിൽ നമ്മൾ ഉറച്ചു നിന്നത്.